കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51ാമത് സംസ്ഥാന സമ്മേളനം പടന്നക്കാട് കാർഷിക കോളേജിൽ സമാപിച്ചു. ശനിയാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. This news sponsored by ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന മഞ്ചേശ്വരം മുതൽ ബാലരാമപുരം വരെയുള്ള കാർഷിക കേന്ദ്രങ്ങളിലെ ജീവനക്കാരെ പ്രതിനിധീകരിച്ച് 250 പേരാണ് 2 ദിവസങ്ങളിലായി പടന്നക്കാട് കാർഷിക കോളേജിൽ നടന്ന കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് അസോസിയേഷന്റെ 51ാമത് സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1998 നിലവിൽ വന്ന പടന്നക്കാട് കാർഷിക കോളേജ് ഇതാദ്യമായാണ് ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയായത്. സമാപന ദിവസമായ ശനിയാഴ്ച രാവിലെ നടന്ന പ്രതിനിധി സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും LDF കൺവീനറുമായ TP രാമകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഒരു മന്ത്രി അധിക്ഷേപിക്കുകയും വലിയ തോതിൽ അവരുടെ മനോവീര്യം തകർക്കത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്താകമാനം ഉയർന്നു വന്ന പ്രതിഷേധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രയോഗത്തിൽ നിന്ന് മന്ത്രി പിന്മാറിയിട്ടുണ്ടെങ്കിലും വർഗീയതയുടെ ഈ നിലപാടിന് എത്രത്തോളം ആഴമുണ്ട് എന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നാം തൊഴിലാളി വർഗം ഇവിടെ ഭീകരവാദത്തെ പൂർണ്ണമായും തകർക്കുന്ന നിലപാടിനോടൊപ്പമാണ്. അതോടൊപ്പം സമാധാന അന്തരീക്ഷം നിലനിൽക്കണം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പരസ്പര കൂടിയാലോചന നടന്നു. താൽക്കാലികമായി വെടിനിർത്താൻ തീരുമാനിച്ചു. ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് NR സാജൻ അധ്യക്ഷനായി. ഭരണസമിതി അംഗം ഡോക്ടർ PK സന്തോഷ് കുമാർ, പെൻഷനേഴ്സ് ഫോറം സെക്രട്ടറി VS സുശീലൻ, ഫെസ്റ്റോ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി K ഹരിദാസൻ, C ഹരിലാൽ, സംഘടക സമിതി വൈസ് ചെയർമാൻ A ശബരീശൻ എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർമാൻ VV രമേശൻ സ്വാഗതവും ജനറൽ സെക്രട്ടറി KR പ്രതീഷ് നന്ദിയും പറഞ്ഞു. കാർഷിക സർവകലാശാല അനധ്യാപക തസ്തികകൾ നിലനിർത്തണമെന്നാവശ്യപ്പെട്ട സമ്മേളനം അംഗങ്ങളോട് സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അണിനിരക്കണമെന്നും ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.